ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു സ്പെഷ്യൽ ടേസ്റ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന വളരെ രുചികരമായിട്ടുള്ള നല്ലൊരു സുയ്യം റെസിപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഇത് മറ്റുള്ളവർക്കും വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാനും കൂടി ആരും മറക്കരുത്. നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൾ കൂടി ഒന്ന് മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. വളരെ രുചികരമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഈ സുയ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു കപ്പ് അളവിലെ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, വെള്ളം ഒരുപാട് കൂടി പോകാൻ വേണ്ടി പാടില്ല. നമുക്ക് നന്നായിട്ട് ഒന്ന് വെന്ത് കുഴഞ്ഞ് കിട്ടേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ഒരുപാട് വെള്ളമായി പോയാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. നന്നായിട്ട് വറ്റിച്ചെടുക്കേണ്ടി വരും. ആ ഒരു രീതി അനുസരിച്ചിട്ട് ഒരു 2.25 കപ്പ് അളവിൽ മാത്രമേ നമ്മൾ ഇതിലേക്ക് വെള്ളം വെക്കാൻ വേണ്ടി പാടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ കൂടിപ്പോയാൽ പ്രശ്നമൊന്നുമില്ല. നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയാവും. ഇതിനോടൊപ്പം തന്നെ ഒരു പിഞ്ചളവിൽ ഉപ്പും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇതിന് നമ്മളിപ്പോൾ സുയ്യം എന്നും പറയാറുണ്ട്, അതുപോലെ തന്നെ സുസിയം എന്ന് പറയാറുണ്ട്. നമ്മൾ സാധാരണ സുഖിയൻ തയ്യാറാക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് നമുക്കിത് കിട്ടുന്നത്. സുഖിയൻ തയ്യാറാക്കുന്നത് നമ്മൾ ചെറുപയർ പരിപ്പ് വെച്ചിട്ടാണെങ്കിൽ ഇത് തയ്യാറാക്കുന്നത് കടലപ്പരിപ്പ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റിലാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 4 വിസിലോളം വരട്ടെ. ഇതിപ്പോൾ ഒരു 4 വിസിലോളം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ലോ ഫ്ലെയിമിനും മീഡിയം ഫ്ലെയിമിനും ഇടയ്ക്കാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മീഡിയം ഫ്ലെയിം വെച്ചിട്ടില്ല, അതുപോലെ തന്നെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടല്ല 4 വിസിൽ വരേണ്ടത്. ഹൈ ഫ്ലെയിമിലാണെന്നുണ്ടെങ്കിൽ വീണ്ടും വിസിലിൻ്റെ അളവ് കൂടേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടിനും ഇടയ്ക്ക് വെച്ചിട്ടാണ്, ഒരല്പം ചെറിയൊരു ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 4 വിസിൽ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതിലെ കംപ്ലീറ്റ് പ്രഷറും പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ കടലപ്പരിപ്പെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഇതുപോലെ നല്ലതുപോലെ സ്മാഷ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. വെള്ളവും നന്നായിട്ട് വച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊരു പൊട്ടറ്റോ സ്മാഷർ വെച്ചിട്ട് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് ഇടിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടും. പക്ഷേ ഒരുപാട് ഇതങ്ങനെ ഉടച്ചു കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം വെച്ചാൽ നല്ലതുപോലെ പേസ്റ്റാക്കി നമുക്ക് കിട്ടേണ്ട കാര്യമില്ല. കുറച്ച് പരിപ്പൊക്കെ ഇങ്ങനെ തന്നെ ഉണ്ടാവണം. ആ ഒരു രീതിക്ക് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഞാനിത് ചെറിയ രീതിയിൽ ഒന്ന് ഉടച്ചിട്ട് ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റുകയാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തു തുടങ്ങാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ 1 കപ്പ് അളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ഈ ശർക്കര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ചേർക്കുകയാണ്. വെള്ളം ഒരുപാട് ആകണ്ട. അപ്പോൾ ഇതുപോലെ ഒരല്പം മാത്രം വെള്ളവും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ നമ്മുടെ ഈ ശർക്കര എല്ലാം ഒന്ന് ഉരുക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഉരുക്കിയെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് അരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ശർക്കര എല്ലാം നന്നായിട്ടൊന്ന് ഉരുകി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് വീണ്ടും നന്നായിട്ടൊന്ന് അരിച്ചിട്ട് ഇതിലേക്ക് തന്നെ ചേർക്കാം. നന്നായിട്ട് അരിച്ചെടുത്ത് നമ്മുടെ ശർക്കരയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1/2 മുറി തേങ്ങ ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു ഗ്രേറ്ററിൽ വെച്ച് ഗ്രേറ്റ് ചെയ്തെടുത്തതിൻ്റെ പേരിലാണ് കേട്ടോ ഈ ഒരു ഷേപ്പിലുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചിരകി എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1/2 മുറി തേങ്ങയും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം ഒരു 30 സെക്കൻഡോളം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അത്രയും സമയം കൊണ്ട് നന്നായിട്ട് വെന്ത് വരും. അതുപോലെ തന്നെ അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി കിട്ടും നമ്മുടെ തേങ്ങയുടെ. ഇതിപ്പോൾ നല്ല ചൂടായിട്ടുള്ള ശർക്കര പാനിയാണ്. അതിൻ്റെ പേരിലാണ് ഇത് പെട്ടെന്ന് ഇതെല്ലാം ഒന്ന് വെന്ത് കിട്ടുന്നത്. ഈ ഒരു രീതിക്ക് നല്ലതുപോലെ വീണ്ടും ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം ഞാനിപ്പോൾ മീഡിയത്തിൽ നിന്ന് ഒരല്പം കുറച്ച് വെച്ച് കൊടുക്കുകയാണ്. ഇനി ബാക്കി ചേരുവകളൊക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചുക്കുപൊടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി. കൂടെ തന്നെ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് നമ്മളിതാ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ഈ കടലപ്പരിപ്പും കൂടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ കടലപ്പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഫ്ലെയിം ഞാനിപ്പോൾ കുറച്ചാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഈ കടലപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്ന സമയം തന്നെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ലൂസായി തുടങ്ങും. അതിന് ശേഷം വീണ്ടും ഒന്ന് നല്ല രീതിയിൽ ഇതെല്ലാം ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഒന്ന് വറ്റി തുടങ്ങും. ആ ഒരു സമയം വരെ നമ്മൾ ലൈറ്റായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം.
കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പ്രത്യേകിച്ച് അലുമിനിയത്തിൻ്റെയോ സ്റ്റീലിൻ്റെയൊക്കെ കടായി ആണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നോൺ സ്റ്റിക്ക് ആണെന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് നമുക്ക് ലൈറ്റായിട്ടൊന്ന് വിശ്രമം എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ കടലപ്പരിപ്പിലുള്ള കംപ്ലീറ്റ് വെള്ളം എല്ലാം വറ്റി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ വറ്റി കിട്ടിക്കോളും കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതെല്ലാം ഒന്ന് ഡ്രൈ ആയി കിട്ടിക്കോളും. ഒരുപാട് സമയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഏകദേശം ഒരു 3 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അത്രയും സമയം കൊണ്ട് തന്നെ ഇതെല്ലാം ഇതുപോലെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ട കാര്യമാണ് ഇതുപോലെ 1 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി. അപ്പോൾ നെയ്യും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ലതുപോലെ ചൂടായതിൻ്റെ പേരിൽ ഈ ഫ്ലെയിം ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ റോൾ ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഈ മിക്സിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇപ്പോൾ ഇതുപോലെയാണ്, കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നല്ലതുപോലെ ഉറഞ്ഞു കിട്ടും. നല്ല നമുക്ക് റോൾ ചെയ്യാനൊക്കെ പറ്റുന്ന ആ ഒരു പാകത്തിലേക്ക് ഒന്ന് മാറി കിട്ടും. അപ്പോൾ തണുക്കാൻ വയ്ക്കാം നമുക്കൊന്ന്. നമ്മുടെ ഈ കടലയുടെ മിക്സ് എല്ലാം ഒന്ന് തണുത്ത് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്ററും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ മൈദാമാവ് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. അതൊരു ബൗളിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു അല്പം മാത്രം ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇതുപോലെ ഒരു പിഞ്ച് അളവിൽ ഉപ്പും കൂടി. ഇത് രണ്ടും ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള കുറച്ച് മാത്രം വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ ബാറ്റർ എല്ലാം ഈ ഒരു രീതിക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഈ ഒരു കട്ടിക്കാണ് നമുക്കിത് വേണ്ടത്. ഒരുപാട് കട്ടിയാവേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഒരുപാട് വെള്ളം പോലെ അങ്ങനെ വാട്ടർ ആവേണ്ട ആവശ്യമില്ല. ഇടയ്ക്ക് ഒരു രീതിക്ക് വേണം നമുക്കിത് കിട്ടാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ മിക്സ് എല്ലാം നല്ല രീതിയിലൊന്ന് തണുത്തിട്ടുണ്ടാവും. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ കടല മിക്സ് എല്ലാം നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. എന്നാലും ഒരുപാട് തണുത്തിട്ടില്ല, ചെറിയൊരു ചൂട് ഇപ്പോഴും ഉണ്ട്. ഈ ഒരു രീതിക്കാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കുറച്ചുകൂടി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി വേണ്ടത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ല ബോളിൻ്റെ ഷേപ്പിൽ ചെയ്തെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിക്കും ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ ഒന്നാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാറ്ററിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് നേരെ നല്ല ചൂടുള്ള എണ്ണയിലേക്കിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 ഷേപ്പിലാണ് ഇതൊന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒന്ന് ചെറുതായിട്ടൊന്ന് റോൾ ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എണ്ണ നല്ലതുപോലെ ഒന്ന് ചൂടായിട്ടുണ്ടാവണം. എണ്ണ ചൂടായതിന് ശേഷം ഓരോന്നായിട്ട് പതുക്കെ നമുക്കൊന്ന് മാവിലേക്കൊന്ന് മുക്കിയിട്ടൊന്ന് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഈ മാവ് മാത്രം നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞ് കിട്ടിയാൽ മതിയാവും. കാരണം ഇതിനുള്ളിൽ വെച്ചിട്ടുള്ള ഫില്ലിംഗ് എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ളത് തന്നെയാണ്. ഇപ്പോൾ നമ്മുടെ സുയ്യം എല്ലാം നല്ല സൂപ്പറായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. വളരെ പെട്ടെന്ന് ഇതുപോലെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇതുപോലെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറൊക്കെ ആകുമ്പോഴത്തേക്ക് എടുക്കാം. എല്ലാ സ്ഥലവും നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകില്ല കേട്ടോ. ഇതുപോലെ ഇങ്ങനെ വൈറ്റായിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗിയും. അപ്പോൾ ഇതുപോലെ എല്ലാം നല്ല രീതിയിലൊന്ന് മുരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഇതിൻ്റെ പുറംഭാഗമൊക്കെ വളരെ ക്രിസ്പിയും അകം വളരെ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമുക്കിത് കിട്ടുന്നത്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇത് എന്തുമാത്രം ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണെന്ന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.